അപ്പാ ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ? അതെ. അപ്പനെന്താ അഭിപ്രായം ഫാദേഴ്സ് ഡേയെ കുറിച്ച്? നല്ല അഭിപ്രായം. ഞങ്ങളുടെ അമ്മ ഇരുന്നിങ്ങനെ ഓരോന്ന് പറയാം. എനിക്ക് നല്ല അഭിപ്രായം. അപ്പച്ചനെ കുറിച്ച് ഒരു വാക്ക് പറ. എൻ്റെ അപ്പച്ചൻ ഒരപ്പച്ചനായിരുന്നു. ഭയങ്കര കൃഷിക്കാരനായിരുന്നു. ഒരു പട്ടിണിയും വീട്ടിലുണ്ടായിട്ടില്ല. എപ്പോഴും ഒരു അധ്വാനിയായിരുന്നു. മരച്ചീനി, കാച്ചില്, ചേന, ചേമ്പ്, കിഴങ്ങ്, എന്താ പറയുന്ന ധാന്യങ്ങളെ കൊണ്ട് നടന്നിരിക്കും. ആസ് എ ഫാദർ എന്താ ഒരു ഫാദർ എന്നല്ലേക്ക് എന്തോ അപ്പന് പറയാനുള്ള? ഓ, കാട് 10 രൂപ വെച്ച് തന്നിരുന്നെങ്കിൽ അതല്ല പറഞ്ഞേ. ഒരു ഫാദർ എന്ന നിലയിൽ അപ്പന് എന്താ പറയാനുള്ളേ? ആണോ? ഫാദർ 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 എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൻ എങ്ങനെയായിരുന്നു മക്കളെ ഒക്കെ എന്താ പറയുന്ന വളർത്തിയത്? വളർത്തിയെന്നല്ല, അപ്പനൊരു സക്സസ്ഫുൾ ഫാദർ അല്ലേ? അല്ലേ? ആണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പൻ 5 മക്കളല്ലേ? അതെ. ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ? അനുസരണക്കേട് ഈ ഈശോ കൂടെ എപ്പോഴും ശരിയാ, കൊച്ചിലെ അപ്പൊ അതിന് അടിച്ചിട്ടുണ്ട്. അടികളെ കൊടുക്കും. ജിഷയ്ക്ക് വിജുവിനും എന്ന് പറഞ്ഞാൽ ഇളയ 2 പേര്. മൂത്തവര് ലാലി കുഴപ്പമില്ല. റെജി മോശമൊന്നുമല്ല. മൂത്ത മോള് ദേശാടന പക്ഷി പോലെ വൃത്തിക്കര പോവുക, ചിദംബരം പോവുക, താമസിക്കുക. പോവാൻ എന്താ പറയാനുള്ളേ? ഫാദേഴ്സിനോട് എന്തോ അപ്പന് പറയാനുള്ളേ? അപ്പന്മാരോട്, ഇപ്പോഴത്തെ യുവ അപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവരോട് എന്തോ പറയാനുള്ള അപ്പൻ? അവരോട് മാനം മര്യാദ കൊണ്ട് അപ്പന്മാരായി ജീവിക്കണം, അത്രേ ഉള്ളൂ.